നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ചർച്ച ചെയ്തായിരുന്നു. അത് നല്ല പ്രേക്ഷകരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചത്. നല്ല രീതിയിൽ അതിനൊരു വ്യൂവർഷിപ്പൊക്കെ കിട്ടി. സാറ് പറഞ്ഞത് UDF ഒരു മേൽക്കൈ ഉണ്ട്. ഏതാണ്ട് 80 മുതൽ 85 സീറ്റ് വരെ UDF നേടും. 50 മുതൽ 59 സീറ്റ് വരെയാണ് LDF 45 മുതൽ 55. പിന്നെ BJPക്ക് ഏതാണ്ട് 3 മുതൽ 5 വരെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത. സാറേ, ഇന്ന് നമുക്ക് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. ഓരോ മണ്ഡലത്തിലും 7 നിയമസഭാ മണ്ഡലം വീതമുണ്ട്. നമുക്ക് ആദ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിഷയം ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന മത്സരം നടക്കുന്ന, അതായത് ദേശീയ തലത്തിൽ നിന്ന് പോലും ശ്രദ്ധയാകർഷിക്കുന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലം നേമമാണ്. നേമത്ത് ആർക്കാണ് സാർ വിജയസാധ്യത? നേമത്ത് BJPക്ക് വിജയം ഉറപ്പാണ്. അതെ, ഒരു തരത്തിലും BJPയെ വെല്ലുവിളിക്കാൻ അവിടെ ഇല്ല. BJP തന്നെ. എന്തുകൊണ്ടാണ് സാർ? അതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും എല്ലാം BJPക്ക് നല്ല ലീഡാണ്. അത് മാത്രമല്ല, ഇപ്പോൾ SIR വന്നപ്പം 35,000 വോട്ടോളം വെട്ടിക്കിട്ടുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ ഒരുപാട് വോട്ട് വെട്ടിമാറ്റി. അതുപോലെ ഈ നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം 4 നിയോജക മണ്ഡലങ്ങളിൽ 1.5 ലക്ഷം ഏതാണ്ട് 1.5 ലക്ഷം വോട്ട്. അതിൽ ഈ നേമത്ത് തന്നെ ഒരു 35,000-ഓളം വോട്ട് കുറഞ്ഞു. 35,000 ആണോ 37,000 ആണോ എന്നൊരു സംശയം. ഏതാണ്ട് അത്രയും വോട്ടുകൾ മാറിയിട്ടുണ്ട്. അത് ഭൂരിപക്ഷവും LDFൻ്റെതാകാനാണ് സാധ്യത. പൊതുവെ അവരാണ് ഇത്തരം വോട്ട് ചേർക്കുക. അത് BJPക്ക് അനുകൂലമായിട്ട് മാറി. അതെ. പക്ഷെ സാർ, ഒരു കഴിഞ്ഞ തവണത്തെ നമ്മളിതൊന്ന് എടുത്തു നോക്കിയാൽ, കഴിഞ്ഞ തവണ BJPയുടെ സ്റ്റാർ ഒരു കാൻഡിഡേറ്റ് ആണ് മത്സരിച്ചത്, കുമ്മനം രാജശേഖരൻ. അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അതിനു മുമ്പ് RSSന്റെ പ്രചാരകമായിരുന്നു. അപ്പോൾ ഈ ശരിക്കും നേമം മണ്ഡലത്തിലെ സംഘപരിവാർ പൂർണ്ണമായിട്ടും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടും കുമ്മനം രാജശേഖരൻ അവിടെ തോറ്റുപോയി. അന്ന് തോക്കാൻ കാരണം K മുരളീധരൻ വന്ന് മത്സരിച്ചത്. അതെ. അപ്പൊ ഇക്കുറിയും അതുപോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടേക്ക് നിയോഗിച്ചാൽ എന്തായിരിക്കും? അത്ര മികച്ച സ്ഥാനാർത്ഥി ഇത്തവണ വരത്തില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ ചാവേറാകാനായിട്ട് ഇനി ആരും നേതാക്കന്മാരും വരത്തില്ല. ഈ പുതുമുഖങ്ങൾ ആരെങ്കിലും മത്സരിക്കണം. പുതുമുഖങ്ങൾ വന്നാലൊന്നും വോട്ട് കിട്ടത്തില്ല. അപ്പോൾ അത് BJPക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. അതെ. അപ്പോൾ സാർ, BJPയും CPM തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ്. ട്രയാങ്കുലർ ഫൈറ്റ് എന്നൊക്കെ പറയാം. എന്നാലും പക്ഷേ അവിടെ ഈ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കുറവാണ്. പക്ഷെ ആ ഉള്ള വോട്ട് തീർച്ചയായിട്ടും LDF പോകുന്ന ഒരു ചരിത്രം അങ്ങനെ വരത്തുള്ളൂ. 2011 തൊട്ട് അങ്ങനെ വരും. എന്നിട്ടും ആ വെല്ലുവിളിയെയും അതിജീവിച്ച് BJP അവിടെ ജയിക്കുമെന്നാണ് അങ്ങ് പറയുന്നത്. അതെ. അപ്പോൾ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഉറപ്പിച്ചു. അത് നേമമാണ്. അതെ, സംശയമില്ല കാര്യത്തിൽ. സാർ, രണ്ടാമത് നമ്മൾ അങ്ങ് BJPയുടെ കാര്യം പറഞ്ഞതുകൊണ്ട്, നേമത്തെ BJPയുടെ വിജയത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞതുകൊണ്ടും സമാനമായ ഒരു മണ്ഡലത്തെക്കുറിച്ച് തന്നെ ചോദിക്കാം. കഴക്കൂട്ടം മണ്ഡലം. കഴക്കൂട്ടത്ത് V മുരളീധരൻ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത് നേമം പോലെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ് സാർ? അവിടെ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ഏറ്റവും മുന്നിലല്ല, രണ്ടാമതേ വരുന്നുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിലാണ്. പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് കുറവാണ്. പക്ഷെ BJPക്ക് അവിടെ വലിയ രീതിയിൽ സീറ്റുകൾ കിട്ടി. ഏതാണ്ട് 14 മണ്ഡലങ്ങൾ BJP 14 വാർഡുകൾ അവിടെ ജയിച്ചിട്ടുണ്ട്. രണ്ടാമതാണ് വന്നിരിക്കുന്നത്. പക്ഷെ ജയസാധ്യത ഉണ്ട്. 100% പറയാൻ. പക്ഷേ ഈ അങ്ങ് പറഞ്ഞതുപോലെ നേമത്തെ ചിത്രമല്ല കഴക്കൂട്ടത്തുള്ളത്. കഴക്കൂട്ടത്തൊരു ട്രയാങ്കിൾ ഫൈറ്റ് നടക്കാൻ, ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ. നേമത്തും ട്രയാങ്കുലർ ഫൈറ്റ് തന്നെ വരും. കോൺഗ്രസ് അവിടെ ഇവര് മുന്നില് BJPയും LDF ആയിരിക്കും. CPM, കോൺഗ്രസ് അല്ലെങ്കിൽ UDF കുറച്ച് പുറകിലായിരിക്കും.
പുറകിലായി. എന്നാലും ട്രയാങ്കുലർ എന്ന് പറയാം. അപ്പോൾ സാറേ, കഴക്കൂട്ടത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ കഴക്കൂട്ടത്ത് കോൺഗ്രസ് മൂന്നാമതായിട്ടേ വരത്തുള്ളൂ. അത് നമ്മളെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ കോൺഗ്രസ് ഒരു 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 ആശാവഹമായ ഒരു പുരോഗതി കഴക്കൂട്ടം പൊതുവേ ഈ തിരുവനന്തപുരം നഗരസഭയിൽ 10 സീറ്റ് ഉണ്ടായിരുന്നത് 20 ആക്കി. വട്ടിയൂർക്കാവിൽ ഓർക്ക് 4-5 വാർഡ് ജയിച്ചിട്ടുണ്ട്. അവരൊട്ടും ഇല്ലാത്തത് നേമത്താണ്. ഞാൻ കഴക്കൂട്ടത്തിന്റെ കാര്യം, അവര് ഒരു ആശാവഹമായ പുരോഗതി അവർ കൈവരിച്ചില്ല. 3-4 വാർഡ് ജയിച്ചിട്ടുണ്ട്. അത് ആ ഒരു ജയം കഴക്കൂട്ടത്തൊരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിനെ പ്രാപ്തമാക്കുമോ? കഴിഞ്ഞ തവണ കിട്ടിയതിൽ കൂടുതൽ വോട്ട് കിട്ടും, 21-നേക്കാൾ. 21-ൽ ഏതാണ്ട് അവര് ഡോക്ടർ ലാല് മത്സരിച്ചിട്ട് 35,000 കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ശരി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വോട്ട് വെട്ടിമാറ്റിയത് കൊണ്ടേ ചിലപ്പോൾ വോട്ട് കുറയാൻ സാധ്യത എല്ലാവർക്കും. സാർ, ഈ കഴക്കൂട്ടത്തിന്റെ കാര്യത്തിൽ മറ്റൊരു പ്രധാന ചോദ്യം, അവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് CPM വേണ്ടി മത്സരിക്കുന്നത്. നിലവിൽ അദ്ദേഹം MLA ആണ്. വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് 2021-ൽ കിട്ടുകയില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അദ്ദേഹത്തിന് ഒട്ടും അനുകൂലമല്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറ്റേ ശബരിമല കേസ് വലിയ സ്വപ്ന സുരേഷിന് അത് 2021-ലും ഉണ്ടായിരുന്നു. പക്ഷെ 2021-നേക്കാൾ കൂടുതൽ ചർച്ച ചെയ്തത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്. അതിൽ അദ്ദേഹത്തിന്റെ പങ്ക്, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്, ഈ കാര്യങ്ങളെല്ലാം അയാൾക്കെതിരെ ബാധിക്കും. അതുകൊണ്ട് കൂടിയല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPM അവിടെ ഒരു തിരിച്ചടി കിട്ടിയത്. അതൊരു ഘടകമാണ്. മൊത്തത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ ഘടകങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഈ വിജയിക്കുമെന്ന് പറയുന്നത്. ഈ BJP-യുടെ ജയം അവിടെ, അതായത് അവിടെ കോൺഗ്രസിന് അത്രയും കരുത്തില്ല. അതുകൊണ്ടൊരു മുഖ്യ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് BJP-യെ ജനം ചൂസ് ചെയ്യും എന്ന് നമുക്ക് കരുതാം. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 2 സീറ്റുകൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ BJP-യാണ് രണ്ടിടത്തും സാധ്യത. ഒരിടത്ത് വിജയിക്കും, ഒരിടത്ത് സാധ്യതയാണ്. നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ വട്ടിയൂർക്കാവിലെ അവസ്ഥ എങ്ങനെയാണ്? വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം K. മുരളീധരനാണ്. അദ്ദേഹം പാലക്കാട് മത്സരിക്കണമെന്ന് വലിയ താല്പര്യം പ്രകടിപ്പിച്ചു. കാരണം അദ്ദേഹത്തിനൊരു വലിയ ഭയമുണ്ട്. 2021-ൽ നേമത്ത് കുമ്മനം രാജശേഖരൻ തോൽക്കാനുള്ള കാരണം താനാണ്. താൻ 36,000 വോട്ട് പിടിച്ചത് കൊണ്ടാണ് കുമ്മനം രാജശേഖരൻ തോറ്റത്. അത് RSSകാർ ജീവിതകാലത്തിൽ മറക്കില്ല. അതുകൊണ്ട് താൻ എവിടെ മത്സരിച്ചാലും RSSന് വോട്ടുള്ള സ്ഥലത്ത് അവർ തനിക്കെതിരായിട്ട് വോട്ട് ചെയ്ത് തന്നെ തോൽപ്പിക്കും. അങ്ങനൊരു ഭയം. അത് അങ്ങനെയൊന്നും നടക്കത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ BJP-യുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാതെ വേറെ ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ സംഭവിക്കുമെന്നും മുരളീധരൻ ഭയക്കുന്നു. അങ്ങനെ ഒന്നും വരത്തില്ല. BJP-യുടെ വോട്ട് കുറെയൊക്കെ കോൺഗ്രസിന് കിട്ടിയിരുന്ന ഇപ്പൊ കിട്ടത്തില്ല, ഇനി കിട്ടത്തില്ല. ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറി. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഇതൊന്നും വലിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് പാലക്കാട് മത്സരിക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇവിടുന്ന് കെട്ടുമുറുക്കി ഗുരുവായൂർ മത്സരിക്കാൻ താല്പര്യപ്പെട്ടു. അതെ, ഗുരുവായൂർ മത്സരിക്കാൻ താല്പര്യപ്പെട്ടു. ഇങ്ങനെ പലയിടത്തും അദ്ദേഹം ആലോചിച്ചു. ഇപ്പോൾ ഒടുവിൽ ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം വന്നു, മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ മതി എന്ന്. അപ്പോൾ ശരിക്കും വട്ടിയൂർക്കാവിൽ കാരണം VK പ്രശാന്താണ് നിലവിലെ MLA. K. മുരളീധരൻ വരുന്നു. BJP തീർച്ചയായിട്ടും ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ ഇടും. BJPക്ക് അവിടെ നല്ല രീതിയിൽ ഇതിൽ ആര് വേണമെങ്കിലും ജയിക്കാം. അങ്ങനെയാണ്. ഈ 3-ൽ ആര് വേണമെങ്കിലും ജയിക്കും. ആര് ജയിച്ചാലും എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം? വളരെ കുറവായിരിക്കും, 5000-ൽ കുറവായിരിക്കും, 5000-ന് താഴെ ആയിരിക്കും. 3 പേരും കോൺഗ്രസിന്റെ മുരളീധരനാണെങ്കിൽ മുരളീധരൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രവചനത്തിന് അതീതമാണ്. വട്ടിയൂർക്കാവ് പ്രവചനാതീതമാണ്. നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല, എന്തും സംഭവിക്കാം. ഈ ഭരണവിരുദ്ധ വികാരം അവിടെ CPM-ന് തിരിച്ചടിയാണോ? അതെല്ലാം 140 മണ്ഡലത്തിലും അതെ. അത് ഇവിടെ മാത്രമല്ല. അവിടെ CPM-ന്റെ സാധ്യത ഒരു പടി പുറകിലല്ലേ സാർ? ഒരു പണത്തൂക്കം കുറവ് ഇല്ല. അവിടെ പ്രശാന്തിന് നല്ല ഒരു ഇമേജ് ഉണ്ട്. ഞാൻ
ശരിയാണ്. ഇവിടെ തന്നെ ഉള്ള അതെ, ആളാണ് എനിക്ക്. അദ്ദേഹം മേയറായിരുന്നു, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു, പിന്നീട് 2021 വീണ്ടും മത്സരിച്ച് ജയിച്ചു. പക്ഷെ സാർ, ഞാൻ മനസ്സിലാക്കുന്നത് വി കെ പ്രശാന്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് ചില വെല്ലുവിളികളുണ്ട്. ഉദാഹരണത്തിന് വി കെ പ്രശാന്തിന്റെ വളർച്ച, കടകംപള്ളി സുരേന്ദ്രന്റെ ശിഷ്യനാണ് അദ്ദേഹം, പക്ഷെ കടകംപള്ളിക്ക് വലിയ താല്പര്യമില്ല. അദ്ദേഹം വി കെ പ്രശാന്തിനെ അങ്ങ് മിടുക്കനാകണ്ട എന്ന ഒരു നിലപാട് കടകംപള്ളിക്ക് ഉള്ളതായിട്ട് ഈ രാഷ്ട്രീയ ഇടനാഴികളിൽ ഒരു അടക്കം പറച്ചിലുണ്ട്. എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അങ്ങനൊരു വിഭാഗീയത വട്ടിയൂർക്കാവിൽ വർക്കൗട്ട് ആയാൽ അത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യും. ഞാനത് ചോദിക്കാൻ കാര്യം, 2016 അവിടെ TN സീമ മത്സരിച്ചു, കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചു, BJPക്ക് വേണ്ടി കുമ്മനം രാജശേഖരൻ മത്സരിച്ചു. കെ മുരളീധരൻ അവിടെ വിജയിച്ചു. കുമ്മനം രാജശേഖരൻ രണ്ടാമത് വളരെ ചെറിയ വോട്ടിന് അദ്ദേഹത്തിന് അടുത്തെത്താൻ പറ്റി. TN സീമ മൂന്നാം സ്ഥാനത്ത് വളരെ പുറകിലായി പോയി. അവിടെ വലിയ ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നത് വട്ടിയൂർക്കാവിൽ വോട്ട് മറിച്ച് കോൺഗ്രസിന് കൊടുത്തു. അതിന് അവർ ചില നേതാക്കളെ കുറ്റപ്പെടുത്തുകയും അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തു. നടപടിയുടെ അടുത്ത് വരെ പോയി. പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് അത് തേഞ്ഞുമാഞ്ഞു പോയി. അന്ന് TN സീമ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. സമാനമായൊരു സാഹചര്യം 2026 വട്ടിയൂർക്കാവിൽ സംഭവിക്കുന്നു. അല്ല, എനിക്ക് അതിനെപ്പറ്റി പാർട്ടിയിൽ അകത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, അങ്ങനെ നടക്കുമെന്നേ. അല്ല, അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ തീർച്ചയായിട്ടും കെ മുരളീധരൻ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി അങ്ങനെ സംഭവിച്ചു. അതോ അവിടെ കെ മുരളീധരൻ തന്നെ ജയിക്കുമോ? കാരണം BJP ജയിക്കണ്ടെന്ന് വിചാരിച്ച് ഇവര് ഇടതുപക്ഷം വോട്ട്. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇപ്പൊ പ്രവചനത്തിന് അതീതമാണ്. ശരി സാർ, നമുക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വരാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4000 വോട്ടിന് പുറകിലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് 8 സീറ്റുകളാണ് അവിടെ ആകെ നേടാൻ കഴിഞ്ഞത്. ബാക്കി എല്ലായിടത്തും 2 അക്കം കടന്നു അവർ. അതായത് നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും. പക്ഷേ BJPക്ക് വലിയ ശക്തിയുള്ള, അല്ലെങ്കിൽ RSSന് വലിയ ശക്തിയുള്ള സ്ഥലമാണ് തിരുവനന്തപുരം മണ്ഡലം. എന്നിട്ടും അവിടെ 8 സീറ്റുകളെ അവർക്ക് നേടാൻ പറയാൻ കാരണം തീരദേശ വാർഡുകളിലെ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ള അവര് LDFനോ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. അത് BJPക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. അവരുടെ വോട്ട് ഏകീകരിച്ച് അതൊരു സ്ഥാനാർത്ഥിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ അങ്ങനെ മുമ്പും അങ്ങനെയായിരുന്നു ഇപ്പോഴും. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ സീറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ തിരുവനന്തപുരം സെൻട്രലിൽ. അല്ല, മുമ്പും 8 സീറ്റ് 9 സീറ്റ് വരെ. ഇത്തവണ അത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, 8 സീറ്റാണ് ഇത്തവണ. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ പുറകിൽ പോയൊരു മണ്ഡലമാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലം. അതെ, ഇതൊരു BJPക്ക് ഒരു വെല്ലുവിളിയല്ലേ? എങ്കിൽ അവിടെ ആർക്കാണ് സാധ്യത? കാരണം LDFന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടത്, കഴിഞ്ഞ തവണ അവിടെ ആന്റണി രാജുവാണ് ജയിച്ച MLA ആയത്. അദ്ദേഹം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനത്ത് പുറത്താക്കപ്പെട്ടു. അതെ, ജെട്ടി കേസിൽ. മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ മത്സരിക്കാൻ വിലക്കുണ്ട്. അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതെന്താവുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ ആന്റണി രാജുവിന് ശിക്ഷ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത്, രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറഞ്ഞത്, ആ സീറ്റ് CPM ഏറ്റെടുക്കും എന്നാണ്. CPMന്റെ അണികൾക്ക് വളരെ കാലമായിട്ട് ആഗ്രഹമുണ്ട്. അവരുടെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണം, ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. അല്ല, അതിന്റെ തീരുമാനമായില്ല. എനിക്ക് തോന്നുന്നത് CPM ഏറ്റെടുക്കുമെന്നാണ് തോന്നുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതും ഇപ്പോൾ CP ജോൺ ആണെന്ന് കോൺഗ്രസിന്റെ CMPയുടെ CP ജോണിന് കൊടുക്കുമെന്നൊരു ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലും ഒരു തീരുമാനമായിട്ടില്ല. BJP എന്തായാലും അവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF ജയിക്കാനാണ് കൂടുതൽ സാധ്യത. LDFനേക്കാളും BJPയെക്കാളും സാധ്യത UDF സ്ഥാനാർത്ഥിക്കാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും അവിടെ UDF ആണ് മുന്നിൽ. 4000 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് UDF മൂന്നാം സ്ഥാനത്തേ ഉള്ളൂ. അവിടെ LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് BJP, മൂന്നാം സ്ഥാനത്താണ്. പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പോലെ അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ല. വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെ ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് വളരെ നിർണായകരുടെ വോട്ട് 90% UDFന് പോകും. അതേസമയം ഈ ഹിന്ദു വോട്ടുകൾ മണ്ഡലത്തിൽ, പിന്നെ കുറച്ച് മുസ്ലിം വോട്ടുണ്ട്. അത് ഭീമാവള്ളി തുടങ്ങിയ വാർഡുകളാണ്. മുസ്ലിം വോട്ട് UDFന് തന്നെ പോകും. ബാക്കി ഹിന്ദു വോട്ടാണ് അവിടെ ഹിന്ദു വോട്ടാണ് ഭൂരിപക്ഷം. പക്ഷെ ആ വോട്ട് സ്പ്ലിറ്റ് ആവും.
അങ്ങനെ വരുമ്പോഴാണ് ഈ UDF അവിടെ നേട്ടം കൊയ്യുന്നത്. ശരി, നമ്മൾ ഈ 4 നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ ഒരിടത്ത് BJP ജയിക്കും, ഒരിടത്ത് BJPക്ക് നല്ല സാധ്യതയുണ്ട്, ഒരിടത്ത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല, ആര് വേണമെങ്കിലും ജയിക്കാം, ഒരു സീറ്റ് UDFന്. അപ്പോൾ ഈ 4 നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ LDFന്റെ സാധ്യത വളരെ കുറവാണ്. അതേസമയം BJPക്കും UDFനുമാണ് സാധ്യത കൂടുതൽ. ശരി, നമുക്ക് നഗരം വിട്ട് ഗ്രാമങ്ങളിലേക്കൊന്ന് പോകാം. കോവളം മണ്ഡലം, കോവളം UDF സ്ഥാനാർത്ഥി വിൻസെന്റ് ഒരു ഈസി വാക്ക് ഓവറാണ്. ഈസി വാക്ക് ഓവർ അല്ല, ജയിക്കും. കാരണം സാറേ, ഞാനത് ചോദിക്കാൻ കാര്യം, 2021 അവിടെ BJPയുടെ ഘടകകക്ഷിയാണ് അവിടെ മത്സരിച്ചത്. മറ്റേ കാമരാജ് BDJS അല്ല, മറ്റേ കാമരാജ് ചന്ദ്രശേഖരൻ വിഷ്ണുപുരം ആണ് മത്സരിച്ചത്. നമുക്കത് ആ ചരിത്രമൊക്കെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോവളം മണ്ഡലത്തിൽ പതിവില്ലാത്ത രീതിയിൽ 2019 2024 BJP ക്രമാതീതമായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചു. കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോഴും മോശമല്ലാത്ത വോട്ട് കിട്ടി. ഇപ്പോൾ അത് ഏതാണ്ട് 46,000-ന് പുറത്ത്, 47,000-നടുത്ത് വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് കോവളം. ഇപ്പോഴത്തെ ഈ ഭരണവിരുദ്ധ വികാരം കൂടി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോൾ BJPക്ക് അവിടെ ഒരു സാധ്യതയുണ്ടോ, അതോ അങ്ങ് പറഞ്ഞതുപോലെ UDFന്റെ കോൺഗ്രസിന്റെ വിൻസെന്റ് തന്നെ ജയിക്കാനാണ് സാധ്യത? എന്തുകൊണ്ടായിരിക്കും സാർ? ഈ ഭരണവിരുദ്ധ വികാരം, പിന്നെ തീരദേശ മണ്ഡലമാണല്ലോ, ന്യൂനപക്ഷങ്ങൾ ധാരാളം വോട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ട്, ഈ ലത്തീൻ കത്തോലിക്കരുടെയും നാടാർ ക്രിസ്ത്യൻസിന്റെ വോട്ട് വോട്ട് എല്ലാം ഇവർക്ക് കിട്ടത്തുള്ളൂ. അത് UDFനാണ്. അത് വേറെ എങ്ങോട്ടേക്കും മാറിപ്പോകില്ല. മുസ്ലിം വോട്ട് വളരെ കുറവാണ് അവിടെ. ഈ ബാലരാമപുരം പ്രദേശത്തൊക്കെ വോട്ടുള്ളത് കോൺഗ്രസിനായിരിക്കും. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു LDFിലേക്കോ BJPയിലേക്കോ ഒരു പോക്കില്ല. അത് കഴിഞ്ഞ LDF തരംഗത്തിൽ പോലും ഇദ്ദേഹം ജയിച്ചതാണല്ലോ. അതെ, 2021 ശക്തമായ LDF തരംഗത്തിൽ പോലും അദ്ദേഹം ജയിച്ചതാണ്. അത് നല്ല ലീഡുമായിരുന്നു. 10,000-ന് മേലാണ്. അതെ, നല്ല ലീഡും ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നെയ്യാറ്റിൻകരയിലേക്ക് പോയാൽ നെയ്യാറ്റിൻകര ഒരു പ്രഖ്യാപിത UDF മണ്ഡലമായിരുന്നു. പക്ഷേ 2016 മുതൽ തുടർച്ചയായിട്ട് അവിടെ LDF ആണ് ജയിക്കുന്നത്. ആൻസലൻ ജയിച്ചു വന്ന സ്ഥലമാണ്. നേരത്തെ അവിടെ 2011 LDF കാൻഡിഡേറ്റായ സെൽവരാജാണ് ജയിച്ചത്. പിന്നീട് അദ്ദേഹം രാജിവെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വീണ്ടും ജയിച്ചു. പക്ഷെ 16-ൽ തോറ്റു. ഇപ്പൊ 21-ൽ വീണ്ടും കോൺഗ്രസ് തോറ്റു. ഇപ്പോഴത്തെ അവിടെ കോൺഗ്രസ് ചെറിയ ലീഡിന് ജയിക്കാൻ സാധ്യതയുണ്ട്. UDF എന്തുകൊണ്ടാണ് സാർ നെയ്യാറ്റിൻകരയിൽ അങ്ങനെ ഒരു? അതിപ്പോ ഈ മൊത്തത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ. അത് മാത്രം കൊണ്ട് മാത്രമല്ല, ഇപ്പോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് UDFന് അല്പം മേൽക്കൈ ഉണ്ട് അവിടെ. ചെറിയ ഒരു 3 അക്ക ഭൂരിപക്ഷമേ ഉള്ളൂ. ഒരു ചെറിയ മേൽക്കൈ ഉണ്ട്. അത് ജയിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ആൻസലിനാണ് അവിടെ സിറ്റിംഗ് MLA തന്നെ മത്സരിച്ചാൽ മതി എന്നാണ് പാർട്ടിയുടെ തീരുമാനം. ആൻസലിന് അവിടെ മണ്ഡലത്തിൽ ഒരു ജനപ്രിയ നേതാവാണ്. നല്ല എതിർപ്പൊന്നുമില്ല. പിന്നെ ഈ പിണറായി വിജയനോടുള്ള എതിർപ്പ് എല്ലാവർക്കും ഉണ്ടല്ലോ. അതാണ് അവിടെയും വർക്കൗട്ട് ആകുന്നത്. അതെല്ലായിടത്തും ഉണ്ടത്. ഈ LDF ജയിക്കുന്ന സീറ്റുകളിലും കഴിഞ്ഞ കിട്ടിയതിൻ്റെ 3-1 ഭൂരിപക്ഷമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ പയ്യന്നൂര് ഭൂരിപക്ഷം കഴിഞ്ഞ 48,000 മറ്റാണ്. അതെ, ഇപ്പോൾ ചിലപ്പോൾ അത് 10,000 കുറയും. നല്ല കുറവ് വരാനുള്ള സാധ്യത എല്ലാ മണ്ഡലങ്ങളും. അതായത് നമ്മൾ കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ 39,000 കഴിഞ്ഞ 12,000 വലിയ വ്യത്യാസം. മാത്രമല്ല BJP അവിടെ ഏതാണ്ട് 30,000-ന് മേളിലേക്ക് വോട്ട്, 35,000 വോട്ട് എത്തുകയും ചെയ്തു. പിന്നെ കല്യാശ്ശേരി, പയ്യന്നൂർ അടുത്ത സ്ഥലമാണ്. കല്യാശ്ശേരിയിലും 50,000-ഓളം ലീഡുണ്ട്. മട്ടന്നൂർ ഉണ്ടായിരുന്നു. മട്ടന്നൂർ 60,000 മേലായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ലീഡ്. 60,000 ഒക്കെ ഒരു 20,000-ലേക്ക് ആര് നിന്നാലും. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇവിടെ നെയ്യാറ്റിൻകരയിലും തിരുവനന്തപുരം എല്ലായിടത്തും ഉണ്ട്. ശരി, നമുക്ക് പാറശാല കൂടെ ഒന്ന് നോക്കാം. തിരുവനന്തപുരം മണ്ഡലം ലോക്സഭാ മണ്ഡലം അപ്പോഴത്തേക്കും തീരും. പാറശാല LDF ജയിക്കാനാണ് സാധ്യത. LDFനാണ് സാധ്യത. അവിടെ ഈ ഹരീന്ദ്രൻ ഹരീന്ദ്രൻ തന്നെ ആയിരിക്കും. സിറ്റിംഗ് MLA തന്നെയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. BJPയുടെ സ്ഥാനാർത്ഥി AT ജോർജാണ് അവിടെ ജയിച്ചിരുന്നത് 2011.
പക്ഷെ 16-ലെത്തിയപ്പോൾ അദ്ദേഹം തോറ്റുപോയി. BJP അവിടെ 16-ൽ കരമന ജയൻ മത്സരിച്ചാണ് BJPക്ക് അവിടെ 30,000-ന് പുറത്ത് വോട്ടുണ്ടെന്ന് തെളിയിക്കാൻ 30,000 കിട്ടും. പക്ഷെ സാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 50,000 കടന്നു അവിടെ. ലോക്സഭ തെരഞ്ഞെടുപ്പ് കിട്ടുന്ന പോലെ അത്രയും കിട്ടത്തില്ല. അസംബ്ലി ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിയോഗിച്ചാൽ പോലും പാറശാലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടുന്നിടത്തോളം ഒരിക്കലും കിട്ടത്തില്ല. കാരണം അത് ഈ രണ്ട് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടുള്ള 35,000 പ്രതീക്ഷിക്കാം. നല്ല സ്ഥാനാർത്ഥി. ഈ BJPയുടെ ഉയർത്തുന്ന വെല്ലുവിളി അവിടെ LDF-നാണോ UDF-നാണോ? രണ്ടുപേരെയും ബാധിക്കും. പക്ഷെ കൂടുതൽ ബാധിക്കുക UDF-നായിരിക്കും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.